കുണ്ടറയിലെ സിയാദിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചാണെന്ന ആഭ്യന്തരമന്ത്രിയുടെ വാദത്തിനെതിരെ സിയാദിന്റെ കുടുംബം രംഗത്ത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും അത് ലഭിക്കാതെ എങ്ങനെയാണ് മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതെന്നും കുടുംബം ചോദിച്ചു. യഥാർത്ഥ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബില്ലി റൂബിൻ ഇത് ചെയ്തിട്ടില്ല. പിന്നെ അതുമല്ല, ഒരാഴ്ചയോളം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടന്ന് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ അത് കൺഫേം ചെയ്യണ്ടേ? ഇതുവരെ അത് കൺഫേം ചെയ്തിട്ടുമില്ല. ഇതിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞതിൽ നമുക്ക് വിഷമമുണ്ട്. അത് അവരെ സംരക്ഷിക്കുകയാണെന്ന് നമുക്ക് പറയാനുള്ളത്. ഭരിക്കുമ്പം ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ പുറത്ത് കളയുക വേണ്ടത്, അല്ലാതെ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഭരിക്കേണ്ടത്. ഡിസ്മിസ് ചെയ്യുക വേണ്ടത്. പിന്നെ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അയാളുടെ ഹിസ്റ്ററി എടുത്താൽ തന്നെ അറിയാം അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അപ്പം ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് ഇതുവരെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുകാരും കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഇത്രയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി കണ്ടെത്താൻ ഒരു മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ എന്താ ഒരു പേഷ്യൻറ്റ് മരിക്കേണ്ടി വന്നോ കണ്ടെത്താൻ വേണ്ടിയിട്ട്? പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നോ? അത്രയും ഫെസിലിറ്റീസ് ഉള്ളോ നമ്മുടെ ആരോഗ്യ വകുപ്പിന്? മുഹമ്മദ് നൌഫൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൌഫൽ, സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖം രക്ഷിക്കാൻ എന്നോണമാണ് ഈ ആരോപണ വിധേയനായ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ വാദത്തിനെതിരെയാണ് സിയാദിന്റെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും അത് ലഭിക്കാതെ എങ്ങനെയാണ് മന്ത്രി മരണം ഹെപ്പറ്റൈറ്റിസ് മൂലമെന്ന് സ്ഥിരീകരിക്കുന്നതെന്നുമാണ് കുടുംബം ചോദിക്കുന്നത്. ആര്യ അത് തന്നെയാണ്. അതായത് ഈ പറയുന്ന കൊല്ലം കുണ്ടറയിലെ സിയാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചുകൊണ്ടാണ്, പോലീസിന് യാതൊരുവിധ വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ന്യായീകരണമാണ് പറഞ്ഞത്. എന്നാൽ അതിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സിയാദിൻ്റെ കുടുംബം, സിയാദിൻ്റെ സഹോദരിയും പിതാവും സഹോദരി അജ്മി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു എന്നുള്ളത് ഒരാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുമ്പോഴും അങ്ങനെയൊരു രോഗത്തിൻ്റെ കാര്യം ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടില്ല. ഇതെന്ത് ആരോഗ്യ സംവിധാനമാണ്, അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ തകർച്ചയാണ്? എന്തുകൊണ്ട് ഇങ്ങനൊരു രോഗം വരുമ്പോൾ അത് കുടുംബത്തെ അല്ലെങ്കിൽ രോഗിയെ പോലും ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നില്ല എന്നൊരു പരാതിയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. യാതൊരുവിധ ലക്ഷണവും കാണിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പ് യഥാർത്ഥ പ്രതിയെ, അതായത് ഈ പറയുന്ന മർദ്ദിച്ച പോലീസുകാരെ സംരക്ഷിക്കാനുള്ള നടപടിയാണ്, സംരക്ഷിക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒരു പോലീസുകാരനെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ സസ്പെൻഷനിലൂടെ ഈ കേസിനെ ഒതുക്കി തീർക്കാമെന്നാണോ കരുതുന്നത്? അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് കേവലം ഒരു മാറ്റി നിർത്തൽ മാത്രമാണ്? പിന്നീടും അതേ ഈ പറയുന്ന ശ്രീജിത്ത് എന്ന പോലീസുകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പോലീസ് പശ്ചാത്തലവും അത്ര നല്ലതൊന്നുമല്ല. പോയ കാലത്തെ കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഡിസ്മിസൽ പുറത്താക്കുന്നത് വരെയും ഉറപ്പായും അതിൽ നിന്ന് പുറത്താക്കണം. അതായത് ഈ കഴിഞ്ഞ 24-ാം തീയതി ഡിസ്ചാർജ് ആവുന്നതുവരെയും ഇങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലും ഇത്തരമൊരു കാര്യം പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇതുവരെയും കുടുംബത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ തങ്ങൾക്ക് ലഭിക്കാത്ത റിപ്പോർട്ട് കിട്ടിയെന്നും, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് തങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നു എന്നൊരു ആരോപണവും ആശങ്കയുമാണ് ആ കുടുംബം പങ്കുവച്ചത്. അതായത് മന്ത്രി ഇന്നലെയും ഇന്നുമായിട്ട് ആവർത്തിച്ച് പറയുന്ന, ആഭ്യന്തരമന്ത്രി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വസ്തുതാവിരുദ്ധമെന്ന് തന്നെയാണ് ആ കുടുംബം ഇന്നിപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആര്യ, മുഹമ്മദ് നൌഫൽ വിവരങ്ങൾ നൽകിയത്.